ഇനി മൂന്നാമതായി വിട പറഞ്ഞു പോയ റമളാൻ നമുക്ക് നൽകിയ സന്ദേശം എന്താണെന്നറിയുമോ? നാം മനസ്സിലാക്കണം. ഇനി മൂന്നാമതായി എന്റെ പ്രിയമുള്ളവരെ, നമ്മോട് വിട പറഞ്ഞു പോയ പരിശുദ്ധമായ റമളാൻ നൽകുന്ന സന്ദേശം എന്തെന്നറിയുമോ? നീ നമസ്കാരം നിലനിർത്തണേ മുസ്ലിമേ. ഇബാദത്തുകളിലുണ്ടല്ലോ, നമസ്കാരങ്ങളിലുണ്ടല്ലോ, നീ ജാഗ്രത കാണിക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞതുപോലെ ഹാഫിളൂ അലാ സ്വലവാതി വസ്സലാത്തിൽ മുസ്താ വഖൂനൂ ലില്ലാഹി ഖാനിതീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, ദിനേന 5 നേര വഖത്തുകളുടെ നമസ്കാരങ്ങളുണ്ടല്ലോ, ദിനേന 5 നേരമുണ്ടല്ലോ നമസ്കാരങ്ങൾ, ദിനേന 5 നേരത്തെ നമസ്കാരങ്ങളുടെ മേൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോ നമ്മോട് വിട പറഞ്ഞു പോയ പരിശുദ്ധമായ റമളാനുമുണ്ടല്ലോ, നീ നമസ്കാരങ്ങളുടെ മേലെ നീ സൂക്ഷ്മത പാലിക്കണം എന്നുള്ളൊരു ഉപദേശം നൽകിയിട്ടാണ് മുസ്ലിമേ പോയത്. ഇനി നാലാമതായി നമ്മോട് വിട പറഞ്ഞു പോയ പരിശുദ്ധമായ റമളാൻ അവിടുന്ന് നൽകിയ സന്ദേശം എന്താണെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ, നമുക്കുണ്ടല്ലോ പ്രിയമുള്ളവരെ, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് നീ ജീവിക്കണം എന്നുള്ളൊരു വലിയൊരു സന്ദേശം നൽകിയിട്ടാണ് വിശുദ്ധമായ ഖുർആൻ അവിടുന്ന്, വിശുദ്ധമായ റമളാൻ അവിടുന്ന് വിട പറഞ്ഞു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് മനസ്സിലാക്കണേ. ദിനേ നമ്മൾ ഇന്ന് പാതിരാ സമയത്തും പകലിലുമെല്ലാം വിശുദ്ധമായ റമളാനിന്റെ പകലുകളെ മുഴുവനും പ്രകീർത്തിച്ചുകൊണ്ട് ഒരുപാട് ഖുർആൻ ഓതിയവരല്ലേ. ആ ഖുർആനിനെ നീ നിലനിർത്തണേ. ആ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിലും അത് പഠിക്കുന്നതിലും അത് പാരായണം ചെയ്യുന്നതിലും നീ ജാഗ്രത കാണിക്കണേ. നിന്റെ ജീവിതത്തിൽ നീ അതിനോട് മടി കാണിക്കരുതേ എന്ന് ഒരു വലിയ സന്ദേശം നൽകിയിട്ട് വിശുദ്ധമായ റമളാൻ നമ്മോട് വിട പറഞ്ഞു പോയെങ്കിൽ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത് എന്താണെന്നറിയുമോ? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സാലിഹാത്തി അന്ന ലഹും അജ്റൻ അളീമാ അജ്റൻ കബീറാ. നിശ്ചയമായും ഈ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ഏറ്റവും ശരിയായതിലേക്ക് നമ്മെ വഴി കാണിച്ചു തരുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ആ ഖുർആനിൽ നീ മുറുകെ പിടിച്ച് സ്വാലിഹായ പ്രവർത്തനങ്ങൾ, അമലുകൾ ചെയ്താൽ അല്ലാഹു നിനക്കുണ്ടല്ലോ ഏറ്റവും വലിയ പ്രതിഫലമാണ് നൽകുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ ഈ 4 ഉപദേശങ്ങൾ ഉണ്ടല്ലോ, റമളാൻ വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് റമളാൻ നമുക്ക് നൽകിയ 4 ഉപദേശങ്ങൾ, ഈ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലും മരണം വരെയും നമ്മളുണ്ടല്ലോ കാത്തു സൂക്ഷിച്ചാൽ ഈമാനോടുകൂടി നിനക്ക് മരിക്കാൻ കഴിയും മുസ്ലിമേ. അതിന് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ ഇനി നമ്മുടെ മരണം വരെയും നമ്മൾ നിലനിർത്തണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.